ഗാസയിൽ പോളിയോ സ്ഥിരീകരിച്ചു. 25 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് പോളിയോ സ്ഥിരീകരണം നടന്നത് എന്ന് ഐക്യരാഷ്ട്രസഭയുടെ ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ് ഔദ്യോഗികമായിട്ട് തന്നെ അറിയിച്ചു. അവർക്ക് അടിയന്തരമായ രീതിയിൽ വാക്സിൻ നൽകിക്കൊണ്ട് പോളിയോ വ്യാപിക്കുന്നത് തടയണം എന്ന് യുഎൻ സഭയുടെ ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ് ഇസ്രായേലിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. ആദ്യഘട്ടത്തിലൊന്നും ഇസ്രായേൽ ഇതിന് അനുവദിച്ചിട്ടില്ല. രണ്ടാം ഘട്ടത്തിൽ അതിനവർ തയ്യാറാണ് എന്ന് തന്നെ പറഞ്ഞു. അതിന്റെ കാര്യം എന്ന് പറയുന്നത്, ഗാസയിൽ പോളിയോ വ്യാപിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആഘാതം ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ഇസ്രായേലിനാണ്. ജനസംഖ്യാനുപാതികമായിട്ട് നോക്കുന്ന സമയത്ത് ഏകദേശം 1 കോടിയോളം ജനസംഖ്യയുള്ള രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. 24 ലക്ഷം മാത്രമാണ് ഇവിടെ ഗാസ പ്രദേശത്തുള്ളത്. വ്യാപനം അതിശക്തമായ രീതിയിൽ ഉണ്ടാവാനുള്ള സാധ്യത ഇസ്രായേലാണ് എന്നറിഞ്ഞതോടുകൂടി തന്നെ പോളിയോ വാക്സിൻ നൽകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. പ്രത്യേകമായിരിക്കുന്ന മേഖല തിരിച്ചുകൊണ്ട് അവിടെ പോളിയോ നൽകുന്നതിന് തങ്ങൾ എതിരല്ല എന്നുള്ളൊരു അഭിപ്രായമാണ് ഇസ്രായേൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. യുഎൻ സഭ പറയുന്നത് ഏകദേശം 6.5 ലക്ഷം കുട്ടികൾക്കെങ്കിലും ആദ്യഘട്ടത്തിൽ വാക്സിൻ നൽകണം എന്നുള്ളതാണ്. ഈ രോഗം വ്യാപിക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. മരണം വളരെ എളുപ്പത്തിൽ നടക്കാനുള്ള സാധ്യതയുണ്ട്. പരമാവധി സൈനികരെല്ലാം ഗാസയുടെ പ്രദേശത്താണ്. അവരെല്ലാവരും ഈ ഗസ നിവാസികളുമായിട്ട് ചേർന്ന് നിൽക്കുകയാണ്. പല ആവശ്യത്തിനും പല കാര്യത്തിനുമായിട്ട് ചേർന്ന് നിൽക്കുന്നു എന്നതിനാൽ ഇവരിലേക്ക് ഇത് വ്യാപനം പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പരിക്കേറ്റുന്ന സൈനികരൊക്കെ ഹെലികോപ്റ്ററിലോ മറ്റെന്തോ വൈകളോ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിലേക്ക് എത്തിക്കുന്നു. ഇസ്രായേലിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അവരെ അവിടുത്തെ രോഗികളും നഴ്സുമാരും അവരുടെ റിലേഷൻ ബന്ധപ്പെട്ടവരും ഒക്കെ ഇവരുമായിട്ട് സ്പർശിക്കുന്ന സമയത്ത് ഇത് അങ്ങോട്ട് പകരാനും സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഇസ്രായേൽ എന്ന് പറയുന്ന പ്രദേശത്ത് ആകമാനം ഈ പോളിയോ വ്യാപിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമുണ്ടാക്കാനുള്ള സാധ്യത മനസ്സിലാക്കിക്കൊണ്ടാണ് ഇതിനുള്ള ചികിത്സ നൽകാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ വാക്സിൻ നൽകാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചത്. ഇതിന്റെ വിഷയം എന്ന് പറയുന്നത്, ഇത്തരമൊരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന രാജ്യങ്ങൾ ഈ സാമ്പത്തിക രംഗത്തും പ്രതിരോധ രംഗത്തുമൊക്കെ വല്ലാത്ത രീതിയിൽ തകർന്നു പോകും. പല രാജ്യങ്ങളും തകരാൻ വേണ്ടിയിട്ട് ഈ പോളിയോയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വലിയ രീതിയിൽ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്. ഇത് കൃത്യമായി അറിയുന്ന രാജ്യമാണ് ഇസ്രായേൽ. എന്ന് വെച്ചാൽ അവിടെ എന്തുകൊണ്ട് ഇങ്ങനെ ഈ പോളിയോ പകരുന്നു എന്നതിനെ കുറിച്ചൊക്കെ ഒരു പഠനം ഇതിന്റെ ഇടയിൽ നടത്തിയിരുന്നു. സാധ്യതാ റിപ്പോർട്ടുകളൊക്കെ ഇങ്ങനെ മുൻപുണ്ടായിരുന്നു. പോളിയോ പകരാനുള്ള സാധ്യതയുണ്ട്, അപ്പോൾ അതിനെ തടയപ്പെടണം, ആ തടയാൻ ആവശ്യമായിരിക്കുന്ന സംവിധാനങ്ങൾ കാര്യങ്ങളും ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ മുൻപ് നിർദ്ദേശമായിട്ട് പറഞ്ഞതാണ്. യുദ്ധം പൂർത്തമായതുകൊണ്ട് ഇസ്രായേൽ സർക്കാരോ സൈനികരോ അതിന് വലിയ പ്രാധാന്യം നൽകിയിട്ടില്ല. പറയുന്ന കാര്യം, ഓവുചാൽ ഇടിഞ്ഞ് തൂർന്നിരിക്കുകയാണ്. കൂടുതൽ ഓവുചാലുകൾ പ്രാഥമികമായിരിക്കുന്ന എല്ലാ മേഖലയും തകർന്നിരിക്കുന്നു. അത് പാലമാണെങ്കിലും റോഡാണെങ്കിലും ഓവുചാലാണെങ്കിലും ഈ നീരൊഴുക്കുള്ള മേഖലയാണെങ്കിലും ഇതൊക്കെ തകർന്നിരിക്കുകയാണ്. അപ്പോൾ അഴുക്ക് വെള്ളത്തിന് പോലും ഒലിച്ചു പോകാൻ ഇടമില്ലാത്ത രീതിയിലും ഗസ നിവാസികൾ വ്യത്യസ്തമായിരിക്കുന്ന കാണുന്ന ഒഴിവുള്ള പ്രദേശത്ത് മുഴുവൻ ടെന്റടിച്ച് കൂട്ടമായിട്ട് താമസിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാവുന്ന സമയത്ത് ഇത് വ്യാപിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ വ്യാപനം ഉണ്ടാകുന്നത് മുഴുവനും ഇസ്രായേലിന്റെ കാരണത്താലാണ്. അത് അവരിലേക്ക് എത്തുന്ന സമയത്ത് ആ രാജ്യത്ത് അതിന് സാരമായിട്ട് തന്നെ ബാധിക്കും. ആരോഗ്യപരമായിരിക്കുന്ന കാര്യത്തിൽ ഇടപെടലുകൾ നടത്തിയിട്ടില്ലെങ്കിൽ മഹാദുരന്തം ഉണ്ടാവുമെന്ന് ഐക്യരാഷ്ട്രസഭ ഇതിന് മുൻപ് തന്നെ മുന്നറിയിപ്പ് നൽകിയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ ഏറ്റവും കൂടുതൽ ലക്ഷ്യമാക്കുന്നത്, അവർ മുമ്പും ലക്ഷ്യമാക്കിയത് ഒന്നുകിൽ സ്ത്രീകളെ കുട്ടികളെ കൊല്ലുക എന്ന കാര്യത്തിലാണ്. അതൊരു വംശീയ ഉന്മൂലനം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഈ പ്രവർത്തനം ചെയ്യുന്നത്. അത് മുൻപ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹു പറഞ്ഞു വെച്ചത് തന്നെ അങ്ങനെ തന്നെയാണ്. ആളില്ലാത്ത തുരുത്തായിട്ട് ഗസ മാറ്റുമെന്നുള്ളത്. ആ പ്രസംഗം നടത്തിയ അല്ലെങ്കിൽ ആ അഭിപ്രായം പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ റെക്കോർഡോട് കൂടിയാണ് ദക്ഷിണാഫ്രിക്ക അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലടക്കണം, ഇസ്രായേലിലെ പ്രധാനമന്ത്രി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കണം, വംശീയ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി പരസ്യ പ്രസ്താവന ഇറക്കിയിട്ടിരിക്കുന്നു എന്ന വീഡിയോ കവറേജ് സഹിതം ഹാജരാക്കിക്കൊണ്ട് കേസ് കൊടുത്തത്. അത് 2 പ്രാവശ്യമാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി കൂടിയിട്ട് അത് കേസ് നടത്തപ്പെട്ടു എന്ന് മാത്രമല്ല, അതിന് ആരംഭഘട്ടത്തിൽ വിധി പറയുകയും ചെയ്തു. വിധി പറഞ്ഞതിൽ ഈ ഇസ്രായേലിനെ കുറ്റപ്പെടുത്തിയിട്ടാണ് എന്നുള്ളൊരു പ്രത്യേകത ഉണ്ട്. വംശീയ ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് ഒരിക്കലും ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഭരണാധികാരി പറയാൻ പാടില്ലാത്തതാണ് എന്നുള്ളത് ആ
റിപ്പോർട്ടോട് കൂടി പറഞ്ഞു. എന്നാൽ ഇസ്രായേൽ അത് നിഷേധിച്ചു, അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ. എന്നാൽ വീഡിയോ സഹിതം അത് വീണ്ടും ദക്ഷിണാഫ്രിക്ക കോടതിയിൽ ഹാജരാക്കി തെളിവ് സഹിതമാണ് ഈ പറയുന്നത് എന്ന തരത്തിലാണ്. അത് ഇസ്രായേൽ ഗവൺമെന്റ് പറഞ്ഞ കാര്യം അത് വ്യക്തിപരമായിരിക്കുന്ന താല്പര്യത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞു എന്നല്ലാതെ ഗവൺമെന്റ് ഔദ്യോഗികപരമായിട്ട് കൂടി ഇങ്ങനൊരു തീരുമാനം എടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അങ്ങനെ ഒഴിഞ്ഞു മാറി എന്നല്ലാതെ ഈ നിലപാടിൽ നിന്ന് ഇപ്പോഴും ഇസ്രായേൽ പിന്മാറിയിട്ടൊന്നുമില്ല. അവർ ഇടയ്ക്കിടയ്ക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ പറയുന്ന കാര്യം, ഈ പ്രദേശത്തേക്ക് രോഗവ്യാപനം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ നാശങ്ങൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് ഇതിന്റെ നാശം വ്യാപിക്കും എന്നുറപ്പാണ്. പ്രാഥമികമായിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ഇല്ലാത്തൊരു പ്രത്യേക സാഹചര്യത്തിലേക്ക് ഗസ എത്തിയിരിക്കുന്നു. യുദ്ധം ഇപ്പോഴും അവിടെ അവസാനിച്ചിട്ടില്ല. ശക്തമായിരിക്കുന്ന ഏറ്റുമുട്ടൽ ഇപ്പോഴും ഹമാസും ഇസ്രായേലും തമ്മിൽ നേർക്കേര നടത്തുന്നു. ചില കാര്യങ്ങളൊക്കെ റിപ്പോർട്ടായിട്ട് പുറത്തു വരുന്നു, ചിലത് റിപ്പോർട്ടായിട്ട് പുറത്തു വരുന്നില്ല. യുദ്ധമുഖത്ത് എല്ലാ കാര്യങ്ങളും കൃത്യം സത്യസന്ധമായി പുറത്തു വരില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. പാലസ്തീൻ യുദ്ധവുമായിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, മുൻപ് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്ക അടങ്ങുന്ന സൈനിക സംവിധാനങ്ങളൊക്കെ ഏതെങ്കിലും രാജ്യത്ത് യുദ്ധം ചെയ്യുകയോ ഏതെങ്കിലും രാജ്യത്ത് ആക്രമിക്കുകയോ ആ രാജ്യത്തെ ഇല്ലാതാക്കാനോ ശ്രമിച്ചാൽ യഥാർത്ഥത്തിൽ അവരെന്താണോ പറയുന്നത് അത് മാത്രമാണ് ലോകം വിശ്വസിക്കുക, അല്ലെങ്കിൽ അത് വിശ്വസിക്കാനുള്ള സംവിധാനങ്ങൾ മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ. അന്ന് അൽ ജസീറ പോലെയുള്ള അൽ അറബിയ പോലെയുള്ള ചാനലുകളൊന്നും വ്യാപകമായി പുറത്തോട്ട് വരാത്തത് കൊണ്ട് എന്താണോ അവർ സംസാരിക്കുന്നത്, BBC-യും റോയിട്ടേഴ്സും ABC അടങ്ങുന്ന ചാനലുകാർ എന്താണോ പറയുന്നത് അത് ലോകം അപ്പാടെ തന്നെ വിശ്വസിച്ചു. അതല്ല എന്ന് പറയാൻ കേൾക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൈവശം തെളിവൊന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ തന്നെ വിശ്വസിച്ചു. ഇറാഖിനെ വളരെ എളുപ്പത്തിൽ പരാജയപ്പെടുത്താൻ സാധിച്ചത് മീഡിയക്കാരുടെ പിന്തുണ അമേരിക്കയ്ക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതിനാണ്. അപ്പോ ഇറാഖ് രാജ്യത്തുണ്ടായിരുന്ന ചാനൽ അവർ ആദ്യം തകർത്തു. പിന്നീട് അത് വേറെ പ്രദേശത്ത് കൊണ്ടുപോയി സ്ഥാപിക്കാൻ വേണ്ടി സദ്ദാം ഹുസൈൻ ഉത്തരവിട്ടു, അവിടെ വീണ്ടും തകർത്തു. അതോടുകൂടി ഇറാഖിന്റെ അഭിപ്രായങ്ങളും ഇറാഖിന്റെ നിലപാടുകളും ലോകം കേൾക്കാതെ പോയി എന്നുള്ളതാണ്. അപ്പോ പിന്നീട് കേൾക്കേണ്ട റിപ്പോർട്ടുകളൊക്കെ പിന്നെ അമേരിക്കയുടെ ഭാഗമായിട്ടുണ്ട്. ഞങ്ങൾ ഇതാ ബസറെ തള്ളിയിട്ടു, തൊട്ടടുത്ത പ്രദേശം തള്ളിയിട്ടു, ഞങ്ങൾ ബാഗ്ദാദിലേക്ക് പോകുന്നു, അവിടെ ഇത്ര സൈനികർ കീഴടങ്ങി, സദ്ദാം ഹുസൈൻ ഞങ്ങൾ പിടികൂടിയിരിക്കുന്നു. അത് ഒരുപക്ഷെ അറസ്റ്റ് ചെയ്യുന്നതിനൊക്കെ എത്രയോ മുമ്പ് പ്രസ്താവനകൾ പുറത്തിറക്കിയിട്ടുണ്ടാവും. അങ്ങനെ അല്ല എന്ന് പറയണമെങ്കിൽ ഒന്നുകിൽ അവിടെ റേഡിയോ ഉണ്ടാവണം. റേഡിയോ ചാനലുകളൊക്കെ തകർന്നു, ടെലിവിഷൻ ചാനലുകൾ തകർന്നു. പിന്നീട് ഏതെങ്കിലും ശബ്ദ സന്ദേശങ്ങൾ വ്യത്യസ്തമായിരിക്കുന്ന അറബ് ചാനലിലൂടെ പുറത്തിറങ്ങുന്നത് മാത്രമാണ് യഥാർത്ഥത്തിൽ അന്നത്തെ തലമുറ കേൾക്കി അറിയുകയും ചെയ്തത്. ഇതിന് എത്രത്തോളം സ്വീകാര്യത ഉണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് പിന്നീട് സംശയങ്ങളായി. അങ്ങനത്തെ കുറെ വിഷയങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായി. പലസ്തീൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് അങ്ങനെയല്ല, സോഷ്യൽ മീഡിയ സജീവമായി. അതുകൊണ്ട് നടക്കുന്ന സംഭവങ്ങൾ അപ്പം തന്നെ ഓരോരോ വ്യക്തിക്കും തങ്ങൾ കാണുന്നതും അറിയുന്നതും മനസ്സിലാക്കുന്നതും ലോകത്തോട് വിളിച്ചു പറയാനുള്ള സാവകാശങ്ങളും സാഹചര്യങ്ങളും ഉണ്ടായി. അതോടുകൂടിയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ പരാജയം അവർക്കുണ്ടാകുന്നത്. അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും കണ്ണും പൂട്ടി ലോകം വിശ്വസിക്കുന്ന സ്ഥിതിയിൽ നിന്ന് വലിയ മാറ്റങ്ങൾ വന്നു. യാഥാർത്ഥ്യവും ഇസ്രായേലും തമ്മിൽ ഒരു ബന്ധവുമില്ല. യാഥാർത്ഥ്യവും സത്യവും ഈ പലസ്തീനിൽ നടക്കുന്ന സംഭവവും അമേരിക്കയും തമ്മിൽ ഒരു ബന്ധവുമില്ല. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. അപ്പോൾ ഇന്ന് വരെ എന്തൊക്കെയാണോ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ പാലസ്തീനുകൾ അനുഭവിച്ചത് അതെല്ലാം വ്യത്യസ്ത ഘട്ടത്തിലൊക്കെ അന്താരാഷ്ട്ര മേഖലയിലോടൊക്കെ ഹമാസ് അടങ്ങുന്ന സംഘവും പാലസ്തീൻ അതോറിറ്റിയും ഗസ ഫത്താ വിഭാഗങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലോകം അത് വിശ്വസിച്ചിട്ടില്ല. ഒക്ടോബർ 7-ാം തീയതി അതിൽ നിന്ന് മാറ്റങ്ങൾ വന്നു. ഇവർ പറയുന്നത് തന്നെയാണ് ശരി, ഇസ്രായേലാണ് കള്ളത്തരം പറയുന്നത് എന്ന് ലോകത്തെ അടയാളപ്പെടുത്തിയതാണ് ഒക്ടോബർ 7. അതുകൊണ്ടാണ് ഐക്യരാഷ്ട്ര സഭയുടെ സെക്രട്ടറി ജനറൽ തന്നെ ആന്റോണിയോ ഗുട്ടറസ് തന്നെ പറഞ്ഞത് ഹമാസിന്റെ അക്രമം ശൂന്യതയിൽ നിന്നുണ്ടായതല്ല, അത് പതിറ്റാണ്ടുകളായി അവർ അനുഭവിക്കുന്ന ദുരിതത്തിന്റെയും ദുരന്തത്തിന്റെയും തുടർച്ചയാണ് ഉണ്ടായത്. അതുകൊണ്ട് ഒക്ടോബർ 7-ാം തീയതിക്ക് ശേഷമുള്ള പാലസ്തീന്റെ ചരിത്രം എന്നല്ല, 1948-ൽ പാലസ്തീൻ ഇസ്രായേൽ സ്വതന്ത്രമായ ശേഷമുള്ള ചരിത്രത്തിൽ നിന്ന് ഊന്നിങ്ങായിട്ട് സംസാരിക്കുന്ന സമയത്ത് മാത്രമേ യാഥാർത്ഥ്യവും സത്യവും എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കൂ. ഇത് പറഞ്ഞ ആന്റണിയോ ഗുട്ടറസ് ആണ് എന്നൊരു പ്രത്യേകതയുണ്ട്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് UN സഭയിലൊക്കെ വലിയ ചർച്ചകൾ വന്നതാണ്. അതിനെ വല്ലാത്ത രീതിയിൽ പ്രതിരോധിച്ചുകൊണ്ടാണ് ഇസ്രായേലിന്റെ പ്രതിനിധി ഐക്യരാഷ്ട്രസഭയിൽ സംസാരിച്ച കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് പോയിട്ട് അവിടെ രോഗം ഉണ്ടാകുന്നു, രോഗം വ്യാപിക്കാനുള്ള പ്രത്യേക കാരണം അവിടുത്തെ സാഹചര്യങ്ങളെല്ലാം ഇസ്രായേൽ ഇല്ലാതാക്കിയിരിക്കുന്നു. ഓവുചാല് പോലും യഥാർത്ഥത്തിൽ ഇല്ലാത്ത രീതിയിൽ മലിനജല പ്രദേശങ്ങളിലൊക്കെ ആൾതാമസമുള്ള ഭാഗങ്ങളിലൊക്കെ കെട്ടിക്കിടക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇതൊക്കെ ഉണ്ടാക്കിയതാണ് ഇസ്രായേലാണ്. അതുകൊണ്ട് അവരും അനുഭവിക്കുന്ന ഒരു സ്ഥിതിവിശേഷം വരും. ഒരു കോളറ റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ
യഥാർത്ഥത്തിൽ അവിടെ വ്യാപിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ഇസ്രായേലിനെ സാരമായിട്ട് ബാധിക്കും എന്നുള്ളത് മനസ്സിലാക്കിയതോട് കൂടിയിട്ടാണ് ഇതിന് വാക്സിൻ നൽകിക്കൊണ്ട് ശാന്തമാക്കാനുള്ള ശ്രമങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ അവരാരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഇങ്ങനെ ചെറിയ രീതിയിലൊന്നും അല്ല. അവർ പറയുന്നത് പോളിയോ വ്യാപനം എന്ന് പറഞ്ഞാൽ അത് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം വ്യാപിച്ചുകൊണ്ടേയിരിക്കും. അതോടൊപ്പം തന്നെ അതിനോടൊപ്പം തന്നെ മരണങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ എല്ലാവിധ സഹായങ്ങളും ഇസ്രായേലിന്റെ ഭാഗത്തുണ്ടെങ്കിൽ മാത്രമേ അവരുടെ രാജ്യത്തും ഇതില്ലാതാവും എന്ന് ഐക്യരാഷ്ട്രസഭ പറഞ്ഞതോടുകൂടിയാണ് വാക്സിൻ നൽകാൻ വേണ്ടി യഥാർത്ഥത്തിൽ ഇസ്രായേൽ തന്നെ തീരുമാനിച്ചത്.